ഓക്കെ ഗൈസ്, നാളെ നമ്മൾ സിറ്റിയിലോട്ടാണെങ്കിൽ മെസ്സിയും കാര്യങ്ങളൊക്കെ പിന്നെയും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി പ്രീമിയം വണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്, മസ്താങ്ക്. ഇത് റെൻറ്റിന് എടുത്തതാണ്, അത് വേറെ കാര്യം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മെസ്സിനെ കൊണ്ടുപോകാം. ഈ വണ്ടിയൊക്കെ ധാരാളമാണ് എന്ന് വിചാരിക്കണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടി മതിയാവും. മസ്താങ്ക് അല്ല, നല്ല ക്ലിയർ അടിപൊളി വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോകാം. നാളെയാണ് മെസ്സി വരുന്നത്. സോ ഇന്ന് നമുക്ക് ഈ വണ്ടി ഒന്ന് റെൻറ്റിനെടുക്കാൻ മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വന്നിട്ടുണ്ട്. എന്നാലും ഇതിന് നല്ല വാടക വന്നിട്ടുണ്ട്. പകരം അയാൾ നല്ല വാടക ചോദിച്ചിങ്ങനെ. അതിൽ കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. നമുക്ക് മെസ്സിനൊന്ന് കണ്ടാൽ പോരെ. മെസ്സി നമ്മുടെ സിറ്റിയിലോട്ട് എന്താ പറയുക ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും മെസ്സിനെ നമ്മളൊന്ന് സ്വീകരിക്കണ്ടേ. ഞാനതിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നമുക്കിനി അകത്ത് പോയി കിടന്നുറങ്ങാം. ഇനി നാളെ രാവിലെ എണീറ്റാൽ മതി. ഇപ്പം തന്നെ കിടന്നുറങ്ങണം. എന്തിനാണ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ട് പതിയെ രാത്രിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങിയാൽ മതി. നമുക്ക് ടി വി ഒന്ന് കണ്ടിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ലാപ്ടോപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ നീറ്റിട്ടുണ്ട്. പോയി ഡ്രസ്സൊന്ന് മാറട്ടെ, കാരണം ഞാൻ നീറ്റിയ പാടത് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ. പോയി ഡ്രസ്സൊന്ന് മാറിയിട്ട് നമുക്ക് കാണാം. ഞാനങ്ങനെ നമ്മുടെ എയർപോർട്ടിലോട്ട് കയറിയിട്ട് അതിൻ്റെ ഇവിടെ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ പോലീസൊക്കെ ഉണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് മെസ്സിനെ വിളിക്കാം. ഇവിടെ നിൽക്കുന്നുണ്ട് മെസ്സി. നമുക്ക് മെസ്സിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം. നിൽക്കുന്നു മെസ്സി. ഓക്കെ, നമ്മൾ മെസ്സിൻ്റെ അടുത്ത് മെസ്സിനെ നമ്മളടുക്കൊണ്ടാണ്. സോ നമുക്ക് വണ്ടി എടുത്ത് നേരെ മെസ്സിയുടെ അടുത്തോട്ട് പോകാം. മെസ്സിയും കൂടി കയറും. അത് നമുക്ക് അവിടെ കൊണ്ടുപോയി നിർത്തി കൊടുക്കാം. അപ്പോൾ മെസ്സി കയറിക്കോളും. മെസ്സിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് മെസ്സി വന്നപ്പോൾ ഞാൻ ആ മഞ്ഞ കളറുള്ള ഒരു വീട്ടിലായിരുന്നു. അതിൻ്റെ ഇപ്പോൾ നമ്മൾ $1 പുതിയ വീടൊക്കെ മേടിച്ചു. നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അത് തുടങ്ങാം. നമുക്ക് നേരെ വീട്ടിലോട്ട് കയറാം. വീട്ടിലോട്ട് കയറ്റിട്ടിട്ട് മെസ്സിനെ കൊണ്ടുപോയിട്ട് അകത്തൊന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് അകത്തോട്ട് മെസ്സിനെ വിളിച്ചുണ്ടാവാം. മെസ്സിക്ക് ഞാൻ ടി വി വെച്ചെടുത്തിട്ടില്ല. ഞാൻ നമ്മളെ സോമൻ വിളിക്കുന്നുണ്ട്. സോ നമുക്കൊന്ന് പോവാം. നമുക്ക് ഫോണൊന്ന് എടുത്ത് നോക്കാം. വിളിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കട്ടെ. ഒരു മിസ് കോൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ച് വിളിച്ച് നോക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹലോടാ സോമ, നീ എന്തേ വിളിച്ച്? അവിടെ നീ ഇപ്പോഴും ജീവനോടുണ്ടാ? ആനാടാ നീ അങ്ങനെ ചോദിച്ച്? ഒന്നുമില്ലടാ, ഞാൻ നിന്നെ വിളിച്ചിട്ട് നേരത്തെ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു നിന്നെ സോംബി അടിച്ചു തന്നെ. സോംബി അടിക്കുക? എവിടെ നിന്നാ സോംബി അടിക്കാൻ പോണേ? എടാ അപ്പം നീ അറിഞ്ഞില്ല, നമ്മുടെ സിറ്റിയിൽ ഫുള്ള് സോംബീസ് ഇറങ്ങി. വെറുതെ കള്ളം പറയലാണ്. ഞാൻ ഇപ്പം മെസ്സിനെ കൊണ്ട് ആത്തിക്ക് വന്നിട്ടുള്ളൂ. ഇതുവരെ ഞാൻ ഒരു സോംബിയും കണ്ടില്ലല്ലോ. നീ കാണൂല, അവിടെ ഒരു സോംബി ഉണ്ടായിരുന്നു. നീ വേണമെങ്കിൽ ഇറങ്ങി നോക്കിക്കോ, ഞാൻ എന്തായാലും പോവാം. സോമൻ പറയും നമ്മുടെ സിറ്റിയിൽ സോംബി വന്നു. എവിടെ സോംബി? ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കണ്ടുള്ളത്. അതാരാ? ഇതെന്താ സോംബി അല്ലേ? ആണ് സോംബി. പറഞ്ഞ ശരിയാണ്, സോംബീസ് ഉണ്ട്. എൻ്റെ മോനെ, നമുക്ക് വേഗം മേലോട്ട് കയറി പോവാം. കാരണം ഇപ്പോൾ സോംബി ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് വേഗം മെസ്സിനെ വിളിച്ച് മേലേക്ക് പോവാം. മെസ്സി വേഗം വായ. ഗൈസ്, നമ്മൾ മേലെത്തിയിട്ടുണ്ട്. നമുക്ക് മേലെ ഓടിച്ച് കാരണം നമ്മളിപ്പോൾ സോംബീസ് ഒന്നും കാണില്ലെന്ന് വിചാരിക്കണേ. കണ്ടാ എൻ്റെ ആ പൊന്നോ, അവിടെ 1 2 അവിടെ രണ്ട് സോംബീസ് എനിക്ക് കാണാനുള്ളൂ. നമ്മുടെ സിറ്റിയുടെ പിന്നെ സോംബീസ് അതാ വന്ന്. അതാ കുറേ സോംബീസ് വന്നുകൊണ്ടിരിക്കുക. സോംബീസ് കൂടുന്നതിന് മുമ്പ് നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. അതുകൊണ്ട് മെസ്സിനെ നമുക്ക് വിളിക്കാം. മെസ്സി വേഗം വായോ. മെസ്സി വേഗം വായോ, നമുക്ക് വേഗം പോവാം. അതായത് ഇവിടെ താഴത്ത് നിറച്ച് സോംബീസാണ് മെസ്സി. നമുക്ക് വേഗം നമുക്ക് പോവാം. അല്ല നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് ഇവിടെ നമുക്ക് ഇറങ്ങാൻ പേടിയാണ്. താഴത്ത് സോംബീസ് ഉണ്ടെന്ന്. ഞാൻ ഒന്നാമത് പെട്ടെന്ന് വന്ന ഒരു പേടിയിൽ ഞാൻ ഡോർ അടച്ചിട്ടുമില്ല. ഓടിപ്പോയി നമുക്ക് വണ്ടി കയറാം. നമുക്ക് വേഗം കയറി. അയ്യോ എൻ്റെ അമ്മോ, സോംബീസ് കണ്ടില്ല. വേഗം കയറിക്കും. വേഗം കയറാം. ഇത് സോംബി കണ്ടു തോന്നുന്നു. നമുക്ക് വേഗം വണ്ടിയിലോട്ട് കയറാം. മെസ്സി വേഗം വായോ. മെസ്സി വേഗം വായോ. നമ്മുടെ മെസ്സിയൊക്കെ വണ്ടി കയറിയിട്ടാണ്. നമുക്ക് വേഗം വണ്ടി എടുക്കാം. പക്ഷെ ഇവിടെ സോംബീസ് കൂടുന്നതിന് മുമ്പ് നിൽക്കുന്നു ഈ സോംബി. നമുക്കതെല്ലാം ട്രെയിൻ വഴി പോകാൻ പറ്റില്ല. കാരണം ട്രെയിൻ എടുത്തു കഴിഞ്ഞ് അവിടുന്ന് സോമപ്പോൾ പറഞ്ഞ് നമ്മളെ വിളിച്ചപ്പോൾ വണ്ടിയുടെ പരിപ്പ് ഇളകി. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാം. അവിടെ എന്തായാലും പ്ലെയിൻ ഉണ്ടാവും. നമുക്ക് പ്ലെയിൻ എടുത്ത് രക്ഷപ്പെടാം. അതല്ലേ ഇപ്പോൾ വേറെ വഴിയൊന്നും കാണില്ല. കണ്ടാ സോംബീസൊക്കെ നമ്മളെ പിടിക്കാൻ വരികയാണ്. കണ്ടാ ഇവിടെ സോംബീസ് ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ഇട്ടിച്ച് പോവാം. അതെന്താ ഇവിടെ എയർപോർട്ടിൽ സോംബീസൊക്കെ കൂട്ടം കൂടിക്കണേ. എൻ്റെ അമ്പ്, നമുക്ക് എല്ലാത്തിനും
അടിച്ചാണ്ട് തീർപ്പിക്കോ വണ്ടിയുടെ പരിപ്പള ഇന്നാലും അപ്പോൾ നമുക്ക് സോംബീസിനെ തീർക്കണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പണി പാളും. അവിടെ പ്ലെയർ ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മഞ്ഞ കളറിൽ. നമുക്ക് സോംബീസിനെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാം. ഈ സോംബീസിൻ്റെ പിന്നാലെ വരുന്നുണ്ടാ കാണുന്നില്ല, ഇങ്ങോട്ടേക്ക് വരുത്തിക്കാനൊന്നും പറ്റൂല. നമുക്ക് എന്തെങ്കിലും ചെയ്യണം, വണ്ടിയുടെ പരിപ്പളകി അതൊന്നും കുഴപ്പമില്ല. നമുക്ക് പൈസേനേക്കാളും ജീവനാണ് വലുത്. എല്ലാ സോംബീസിനും അങ്ങ് ഇട്ടിച്ചങ്ങ് പറപ്പിക്കാം. എൻ്റെ അമ്പൂറ് സോംബീസിൻ്റെ എണ്ണം കൂടുക കേട്ടോ. വേറെ കുറേ സോംബികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഏതോ ഒരു സോംബി ഇതിൻ്റെ സ്റ്റക്കായി. അതാ അമ്പോ, എൻ്റെ അമ്പോ അവരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് തലയിടുന്ന ഒരുത്തൻ. ഓ എൻ്റെ ഡോറ് പോയോണ്ട് ഒരുപാട് പേര് ഇതിലേക്ക് കയറാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ നമ്മളെ മെസ്സിനെ കയറ്റിയിട്ട് ഇനി നമുക്കും വേഗം കയറാം. കാരണം സോംബീസിനൊക്കെ ഞാൻ അടിച്ചിട്ട് ഇനി പുറത്തുനിന്ന് സോംബീസ് വരുന്നുണ്ട്. നമുക്ക് അപ്പോഴേക്കും വേഗം പ്ലെയിന് പറപ്പിക്കാൻ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. ഓ ജസ്റ്റ് മിസ് രക്ഷപ്പെട്ട് ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല. നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകണം. നമുക്കെന്തായാലും ഇപ്പോൾ മെസ്സിയായിട്ട് നമുക്ക് രക്ഷപ്പെട്ട് നമ്മൾ സോംബീസിൻ്റെ കടി കൊണ്ട് ചാവാത്തത് ഭാഗ്യമാണ്. എന്തായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് ഈ സിറ്റി വിടാം.